ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഈ വെള്ളിയാഴ്ച ഒപ്പിടുമെന്നും എല്ലാ എഞ്ചിനുകളും പ്രവർത്തിക്കൂ, എണ്ണ ഒഴുകട്ടെ എന്നും നമ്മുടെ ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഒപ്പിടും എന്നുള്ളത് ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പ്രാഥമിക ധാരണ ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന രീതിയിൽ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൻ്റെ ആദ്യ ചുവടുവെപ്പ് എന്ന നിലയിൽ 60 ദിവസത്തെ കരാറോടുകൂടി നടപടികളോടുകൂടി ഇത് ഒപ്പിടുമ്പോൾ ആരാണ് അന്തിമമായി വിജയിച്ചത് എന്ന ചോദ്യത്തിന് രണ്ടുത്തരം പറയാം. ഒന്ന്, ലോകത്തിലെ മനുഷ്യരാശി മുഴുവൻ. ഇല്ലെങ്കിൽ നീണ്ടുപോയാൽ കൂടുതൽ ആക്രമണം ക്രൂരമായിരുന്നെങ്കിൽ ലോകത്തെ മുഴുവൻ മനുഷ്യരും അനുഭവിക്കേണ്ടി വരുമായിരുന്നു. രണ്ടാമത്തേത്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. അക്ഷരം തെറ്റാതെ പറഞ്ഞോളൂ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനാണ് ഈ അന്തിമ കരാർ ഒപ്പിടുമ്പോൾ ഈ പ്രാഥമിക ധാരണയിൽ വിജയിച്ചിരിക്കുന്നത്. അവർക്കാണ് മേൽക്കൈ. എന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമായി പറയാം. എന്തായിരുന്നു ഈ യുദ്ധം തുടങ്ങുമ്പോഴുള്ള അന്തരീക്ഷം? അണുവായുധ കരാറിനെ സംബന്ധിച്ച് ഒരു ധാരണ പിന്നീട് ചർച്ച ചെയ്തുണ്ടാക്കാം. ഇപ്പം നമുക്ക് തൽസ്ഥിതി തുടരാം. ഇറാൻ പറഞ്ഞതാണ് ഒന്ന്. ബാക്കി കാര്യങ്ങളിലൊക്കെ നമുക്ക് ധാരണയായി മുന്നോട്ട് പോകാം. അപ്പോഴാണ് അത് സാധ്യമല്ല എന്ന പേരിൽ ഇസ്രയേലി കൊച്ചാട്ടൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി അമേരിക്കൻ വലിയേട്ടൻ നടത്തിയ ആക്രമണം. വലിയേട്ടൻ്റെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, റെജിം ചേഞ്ച് ആയിരുന്നു. ഇൻഡിവിജ്വൽ ചേഞ്ച് അല്ല, റെജിം ചേഞ്ച്. ആ തുടർന്നു വരുന്ന പാരമ്പര്യത്തിൽ നിന്ന് ഇറാനെ മാറ്റുക. രണ്ട്, തൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കുക. മൂന്ന്, അവിടുത്തെ എണ്ണ ഉൽപ്പാദനത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിലും ഒരു പിടിമുറുക്കുക. വെനിസ്വലയെപ്പോലെ അവിടുത്തെ എണ്ണ ഉൽപ്പാദനവും വിപണനവും താൻ നിയന്ത്രിക്കുക. നാല്, തൻ്റെ ആയുധങ്ങൾ തങ്ങളുടെ സഖ്യകക്ഷികൾക്കായി യൂറോപ്പുകാർക്കും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾക്കും കാര്യമായി വിറ്റെടുക്കുക. അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഉചിതമാവുക. 60 ദിവസത്തിനകം ഒരു അന്തിമ ഉടമ്പടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാഥമിക ധാരണയാണ്, ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. അതുപ്രകാരം മിലിറ്ററി സെക്യൂരിറ്റി സീസ് ഫയർ ആണ് ഒന്നാമത്തെ പോയിന്റ്. എല്ലാ തരത്തിലുള്ള സൈനിക നടപടികളും അവസാനിപ്പിക്കുന്നു, എല്ലാ തരത്തിലുള്ള സൈനിക നടപടികളും ഒഴിവാക്കുന്നു എന്ന് മാത്രമല്ല, ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ നേവൽ ബ്ലോക്കേഡ് ഉടൻ തന്നെ ലിഫ്റ്റ് ചെയ്യുന്നതാണെന്നും കപ്പലുകൾ പ്രവർത്തിക്കട്ടെ, എണ്ണ ഒഴുകട്ടെ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലായിടത്തു നിന്നും അമേരിക്കൻ സൈന്യം പിന്മാറും, എല്ലാ വിലക്കുകളും ഇല്ലാതാക്കും എന്ന് മാത്രമല്ല, എന്തെങ്കിലും റീജിയണൽ ഫോഴ്സസിനെ അവിടെ ഡിപ്ലോയ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഒഴിവാക്കും. എന്ന് വെച്ചാൽ ഇനി അമേരിക്കക്കാരൻ എത്തി നോക്കാതെ ഇറാൻ്റെ സ്വാതന്ത്ര്യ പരമാധികാരം സംരക്ഷിക്കാനാവും. രണ്ട്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് തുറന്നു കിടന്നതാണ് യുദ്ധം തുടങ്ങുമ്പോൾ. അതൊരു വിഷയമേ ആയിരുന്നില്ല. ഇറാൻ തങ്ങളെ ആക്രമിക്കപ്പെട്ടപ്പോൾ പിടിമുറുക്കാൻ വേണ്ടി മുറുക്കിയതാണ്. ആ പിടിമുറുക്കാൻ വേണ്ടി മുറുക്കിയ സംഗതി അത് റീഓപ്പൺ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അതായത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് എല്ലാവർക്കുമായി സ്വതന്ത്രമായി തുറന്നു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആ റീഓപ്പണിംഗ് ടോൾ ഫ്രീ ആയിട്ടായിരിക്കും. ഇപ്പോൾ ഇതിനു മുമ്പ് ടോൾ ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ടോൾ എപ്പോഴാണ് വന്നത്? ഇടക്കാലത്ത് വെച്ച് തങ്ങളെ അങ്ങനെ ആക്രമിച്ചാൽ ഇനി ആരും സ്വതന്ത്രമായി ഇതിൽ കൂടി പോകണ്ട എന്ന് കരുതിയാണ് ഇറാൻ ടോൾ ഏർപ്പെടുത്തിയത്. അത് ടോൾ ഫ്രീ ആക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതാണ് അടുത്ത പോയിൻ്റ്. മൂന്നാമത്തേത് ന്യൂക്ലിയർ റിസ്ട്രെയിൻസ്. അതായത് NPTയിൽ, നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഈ പറയുന്ന ഇറാൻ തങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, തങ്ങളുടെ അതിനോടുള്ള ബാധ്യത ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ 60 ദിവസങ്ങളിൽ ഒരു തരത്തിലുള്ള എക്സ്പാൻഷനോ അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെൻറ്റോ തങ്ങൾ നടത്തില്ല എന്ന് മാത്രമല്ല, ഈ 60 ദിവസം കൊണ്ടുണ്ടാകുന്ന ധാരണ പ്രകാരം ആ ധാരണ ഭംഗിയായി പൂർത്തിയായാൽ തങ്ങളുടെ കയ്യിലുള്ള എൻറിച്ച്ഡ് യുറേനിയം ഡൈല്യൂട്ട് ചെയ്യുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കും. എന്ന് വെച്ചാൽ അവിടെ ഒരു ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ ആ സംവിധാനം അത് തങ്ങൾ ഉണ്ടാക്കില്ല എന്നും തങ്ങൾ ചെയ്യില്ല എന്നും അന്തിമ ധാരണ പറയാതെ അതിനെക്കുറിച്ച് 60 ദിവസത്തിനകം ആലോചിക്കുകയും തങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അമേരിക്കയെ
കീഴടങ്ങിയത് എവിടെയാണെന്നറിയോ? അതായത് എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങളും ഇറാൻ്റെ പിൻവലിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ക്രൂഡ് ഓയിലും പെട്രോ കെമിക്കലും എല്ലാം വിറ്റഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇറാന് നൽകുന്നു. വിവിധ രാജ്യങ്ങളിലായി 24 ബില്യൺ മുതൽ 25 ബില്യൺ വരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സമ്പത്ത് അത് ഉടൻ തന്നെ അൺഫ്രീസ് ചെയ്യുന്നു. $1 ബില്യൺ എത്രയാണെന്നറിയോ? 9,500 ചില്ലുവാനം കോടി രൂപ. അതായത് 95 രൂപയോ മറ്റോ ആണ് ഇപ്പോൾ ഒരു ഡോളർ കൺവേർഷൻ റേറ്റ്. അല്ലെങ്കിൽ 94 ആണെങ്കിൽ 9,465 കോടി രൂപ എന്നാണ് 1 ബില്യൺ. അപ്പം 25 മുതൽ 26 ബില്യൺ രൂപ വരുമ്പോൾ എത്ര കോടി രൂപയായി? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും തുക അൺഫ്രീസ് ചെയ്യുകയാണ്. എന്തായിട്ട്? ഈ കയറി ആക്രമിച്ചതിൻ്റെ ഏത്തമിടുക എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഭാഗമായി. എന്ന് മാത്രമല്ല, വേറൊരു $300 ബില്യൺ ഇറാൻ റീകൺസ്ട്രക്ഷൻ ഫണ്ട് എന്ന പേരിൽ അമേരിക്ക സമാഹരിച്ച് കൊടുക്കുകയും ചെയ്യുമത്രേ. അപ്പോൾ എങ്ങനെയാവും ഇറാൻ്റെ സ്ഥിതി സാമ്പത്തികമായി? തീർന്നില്ല. തങ്ങളുടെ പ്രോക്സികളായ ലെബനൻ അടക്കമുള്ള മേഖലയിലെ സമ്പൂർണമായ വെടിനിർത്തൽ, സമ്പൂർണമായ ആക്രമണ നിരോധനം, അതാണ് മറ്റൊരു ഉടമ്പടിയുടെ കരാറിൻ്റെ പ്രത്യേകത. അപ്പോൾ ചുരുക്കത്തിൽ ഒരാളിനെ കയറി അടിച്ച് അവന് വേണ്ട ഗുണങ്ങളും ഉപകാരങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് അവസാനം ഏത്തമിട്ട് മടങ്ങുകയാണ് അമേരിക്ക ഈ കരാറിലൂടെ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് തല ഊരണമായിരുന്നു. ആ ഊരുന്നതിന് ഇറാൻ വെച്ച കണ്ടീഷനിൽ ആകെ നേടി എന്ന് പറയാവുന്നത് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിന് ആലോചിച്ച് തീരുമാനമെടുക്കും, തങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തും, തങ്ങൾ അതിനോട് കമ്മിറ്റഡാണ് എന്ന് പറയുന്ന ഒരു കരാർ വ്യവസ്ഥ മാത്രമാണ് വെച്ചതെങ്കിൽ, മറുവശത്ത് നിന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യം, ഉപരോധം പിൻവലിക്കൽ, തടഞ്ഞുവെച്ച സാമ്പത്തിക സഹായം എന്ന് മുതൽ 1979 75 ഒക്കെ തടഞ്ഞു വെച്ചതാണ്. അത്രയും മില്യൺ കണക്കിന് ഡോളറും അതിൻ്റെ പലിശയും ഉൾപ്പെടെ ഇറാന് സ്വതന്ത്രമായി നൽകുകയാണ്. എന്ന് വെച്ചാൽ ഇനി പശ്ചിമേഷ്യയിലെ ഒരു കീ പ്ലെയറായി ഇറാൻ മാറുന്നു. അതാണ് ഈ ഉടമ്പടിയുടെ സന്ദേശം എന്നത് വളരെ വ്യക്തമാണ്.